ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ഗായത്രിയുടെ ആ പെട്ടിയെടുത്ത് പാറുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഗാർഗി പറയുകയാണ്, ഗായത്രി അമ്മ തന്റെ മകന് കൊടുക്കാൻ വേണ്ടി സ്നേഹത്തോടെ കരുതി വെച്ച സ്നേഹ സമ്മാനം. ഇതിപ്പോ അമ്മ കണ്ടിരുന്നെങ്കിലേ കൊണ്ടുപോയി വെട്ടിക്കീറി അടുപ്പിലിട്ടേനെ. അതുകൊണ്ട് തന്നെയാ ഞാനിത് മറച്ചു വെച്ചത്. പാർവതി എന്താണെങ്കിലും ഇത് വിശാൽ ബ്രോയ്ക്ക് കൊടുക്കണം. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. ഞാനത് കണ്ടതാണ്. അത് വേറെ ആരുടെയും കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോ അതവിടെ കണ്ടില്ലല്ലോ. ഞാൻ മാത്രം അത് കണ്ടുള്ളോ? അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ആരെങ്കിലും അത് അവിടെ നിന്നെടുത്ത് മറച്ചു വെച്ചതാണോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതേസമയം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന പ്രതാപൻ ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇങ്ങനെ പിച്ചും പേയും ഒക്കെ പറയുന്നത്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നീ എന്റെ അടുത്ത് കൂടുതൽ ചോദ്യങ്ങളായിട്ടൊന്നും വരണ്ടെന്ന് പ്രഭാവതി പ്രതാപനോട് ദേഷ്യപ്പെടുകയാണ്. അതേസമയം നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ എന്താ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് സുശീല വരുന്നു. പാർവതിയുടെ കയ്യില് ചേച്ചി എന്തോ കണ്ടെന്ന് ചേച്ചി അത് ചോദിച്ചപ്പോ പാർവതിയും ഗാർഗിയും കൂടി അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചെന്ന്. സത്യമാണോ ചേച്ചി? ചേച്ചി എന്തുവാ അവളുടെ കയ്യിൽ കണ്ടതെന്ന് സുശീല ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാണ്, എനിക്കത് വേണം, എനിക്കത് കിട്ടണം. ചേച്ചി അത് ഇതെന്ന് പറയാതെ കാര്യം എന്താണെന്ന് പറ. എങ്കിലല്ലേ ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റൂ. രണ്ടിന്റെയും കഴുത്തില് കത്തി വെച്ചിട്ടാണെങ്കിലും ഞാൻ ചേച്ചിക്ക് അത് വാങ്ങിത്തരാം. ചേച്ചി കാര്യം എന്താണെന്ന് പറ. തുടർന്ന് പ്രതാപൻ സുശീലോട് പറയുകയാണ്, അവിടെ അവർ മൂന്നുപേരും കൂടി ഗായത്രി ചേച്ചിയുടെ പഴയ പാത്രങ്ങളൊക്കെ കഴുകുന്നത് ഞാൻ കണ്ടിരുന്നു. ഇനി ആ പാത്രങ്ങൾ എങ്ങാനുമാണോ ചേച്ചി ഉദ്ദേശിച്ചത്? ആ പാത്രങ്ങളാണെങ്കിലേ ഞാനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് പ്രതാപൻ പറയുകയാണ്. അതാണെങ്കിൽ പ്രഭേച്ചി എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ കൊണ്ടുതരില്ലേ ആ പാത്രങ്ങളൊക്കെ എന്ന് സുശീലയും പറയുമ്പോ പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ്, എനിക്കെന്തിനാ ആ പാത്രങ്ങളൊക്കെ? ഞാനെന്താ ആക്രി കച്ചവടം നടത്താൻ പോകുന്നു ആ പാത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോ സുശീല പറയുകയാണ്, എങ്കിൽ ചേച്ചി പറ, ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന്. എനിക്ക് അത് മാത്രം മതിയെന്ന് പ്രഭാവതി പറയുമ്പോ പ്രതാപൻ പറയുകയാണ്, ദേ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി അത് ഇതെന്ന് പറയാതെ എന്താ സാധനം എന്ന് വെച്ചാ സാധനത്തിന്റെ പേര് പറ. തുടർന്ന് സുശീല പറയുകയാണ്, പ്രതാപ, ഗോപിയേട്ടനെ പോലെ തന്നെ പ്രഭേച്ചിയുടെ തലയ്ക്കും എന്തോ തകരാറുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത ദിവസങ്ങളായിട്ട് പ്രഭേച്ചി എന്നിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട്. അതൊന്നുമല്ല, ഇതെന്തോ കണ്ട് പേടിച്ചതുപോലെയാ എനിക്ക് തോന്നുന്നതെന്ന് പ്രതാപൻ പറയുന്നു. എന്താണെന്ന് തുറന്നു പറഞ്ഞാലല്ലേ ഒരു പരിഹാരം കാണാൻ പറ്റൂ. ഇനി പ്രഭേച്ചിക്ക് തോന്നുമ്പോ തുറന്നു പറ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് സുശീല പോകുന്നു. അങ്ങനെ സുശീല പോയതിനു ശേഷം പ്രതാപൻ ചോദിക്കുകയാണ്, ചേച്ചി ഇനി പറ, എന്താ ചേച്ചിയുടെ പ്രശ്നം? 16 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഗായത്രി മരിച്ച ദിവസം ശേഖർജി ഗോപിയേട്ടന് കൈമാറിയ പെട്ടി അത് ഞാൻ ഇന്ന് കണ്ടു. ഇത് കേൾക്കുന്ന പ്രതാപൻ ഒരു ഞെട്ടലോട് ചോദിക്കുകയാണ്, എന്ത്? ശേഖർ അളിയൻ കൈമാറിയ പെട്ടി ചേച്ചി കണ്ടെന്നോ? അതെ, അവർ കഴുകാൻ കൊണ്ടുപോയ പഴയ പാത്രങ്ങൾക്കിടയിൽ ആ പെട്ടിയും ഉണ്ടായിരുന്നു. വലിയ പെട്ടിയാണോ ചെറിയ പെട്ടിയാണോ, അതോ അതിലിനി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? കനത്തതൊന്നുമല്ല പ്രതാപ, ആരും കണ്ടുകൂടാത്ത ഒരു സാധനം അതിനകത്തുണ്ട്. അതാണ് എന്റെയും പേടിയെന്ന് പ്രഭാവതി പറയുമ്പോ പ്രതാപൻ ചോദിക്കുകയാണ്, ആരും കാണാൻ പാടില്ലാത്തതെന്ന് വെച്ചാ? വിശാൽ, ആ പെട്ടി വിശാലിന്റെ കയ്യിലെത്തിയാലോ എന്നുള്ള ഭയമാണോ ചേച്ചിക്ക്? അങ്ങനെ സംഭവിച്ചാൽ അമ്മ പോയ വഴിയെ തന്നെ ഞാൻ മകനെയും പറഞ്ഞയക്കുമെന്ന് പ്രഭാവതി ദേഷ്യത്തോടെ പറയുമ്പോ ഇത് കേട്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപൻ. അതിനി പാർവതിയല്ല, സാക്ഷാൽ പരമശിവനും അവന്റെ രക്ഷയ്ക്ക് വന്നാലും ഞാൻ അവനെ കൊന്നിരിക്കും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പാർവതി ഗോപിനാഥന്റെ മരുന്നുകളെല്ലാം ഓരോരോ പെട്ടിയിലാക്കി വെക്കുന്നതാണ്. രാവിലെ കഴിക്കുന്നതിന് മഞ്ഞൾ കൊണ്ടും രാത്രി കഴിക്കേണ്ടതിന് കുങ്കുമം കൊണ്ടും പാർവതി അടയാളം ഇടുന്നു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വിശാൽ വരികയാണ്. എന്താ ഇവിടെ പരിപാടിയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛന്റെ മരുന്നുകളൊക്കെ പെട്ടിയിലാക്കി അടയാളം ഇടുകയായിരുന്നെന്ന് പാറു പറയുന്നു. അതെന്താണെങ്കിലും നന്നായി എന്ന് വിശാൽ പറയുമ്പോൾ അങ്ങോട്ടേക്ക് സുശീല വരികയാണ്. പഠിപ്പും വായനയും അറിയാതിരുന്നാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊന്നും കുഴപ്പമില്ല സുശീലാൻറ്റി. പഠിപ്പും വായനയും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ അവൾക്ക് തിരിച്ചറിയാമല്ലോ, അത് തന്നെ ധാരാളം. അതേസമയം അങ്ങോട്ടേക്ക് ഗാർഗി വന്നിട്ട് പറയുകയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കു ബ്രോ. വകതിരിവെന്ന് കേട്ടിട്ടുണ്ടോ സുശീലാൻറ്റി? സോറി, എപ്പോഴും അങ്ങനെ നാവി വരൂ. കേട്ടിട്ടുണ്ടോ സുശീലാൻറ്റി? വകതിരിവെന്നാലേ പാർവതിക്കുള്ളതും ആൻറ്റിക്ക് ഇല്ലാത്തതുമായ കാര്യമാണ്. നല്ലത് കണ്ടാലേ അപ്രീഷിയേറ്റ് ചെയ്യണം. അല്ലാതിങ്ങനെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുകയല്ല വേണ്ടത്. തുടർന്ന് സുശീല പറയുകയാണ്, വകതിരിവില്ലാത്തത് എനിക്കാണോ ഇവൾക്കാണോ എന്ന് ഞാനിപ്പോൾ തെളിയിച്ചു തരാം. രാവിലെ കഴിക്കാനുള്ളതിലും രാത്രി കഴിക്കാനുള്ളതിലും നീ അടയാളം വെച്ചു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതില് നീ ഇനി എന്തടയാളമാ വെക്കാൻ പോകുന്നത്? അടയാളം വെക്കാത്തത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് അതച്ഛന്റെ മുറിയിലിരിപ്പുണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ചമ്മിപ്പോയി ആന്റി, ചമ്മിപ്പോയി, ചമ്മി നാശമായി. ഇത് കേൾക്കുന്ന വിശാലും പൊട്ടിച്ചിരിക്കുകയാണ്. ഹോ, എന്റെ ദുശീലാന്റി, ഈ പാർവതിയെ ശുദ്ധ മനസ്സുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവളെ തോൽപ്പിക്കാനേ ആന്റിയെ കൊണ്ടാകില്ല. എന്തു തന്നെ ആയാലും എഴുത്തും വായനയും അറിയാത്ത ഇവളെ ഹോം നേഴ്സ് ആക്കിയാലേ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞ് സുശീല പോകുമ്പോൾ വിശാല് പറയുകയാണ്, നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഇവിടെ ആരും അറിഞ്ഞില്ല. എന്നെ കളിയാക്കുകയാണല്ലേ എന്ന് പാറു ചോദിക്കുമ്പോൾ അല്ലെന്നും സത്യമായിട്ടും എനിക്കിഷ്ടമായെന്നും വിശാല് പറയുന്നു. ഇത് കേൾക്കുന്ന പാറു പുഞ്ചിരിയോടെ വിശാലിനെ നോക്കുമ്പോൾ ഗാർഗി ചോദിക്കുകയാണ്, ഐഡിയ മാത്രമേ ഇഷ്ടമായുള്ളൂ അതോ ഐഡിയയുടെ ഉടമയെ ഇഷ്ടമായില്ലേ? ഇത് കേൾക്കുന്ന പാറുവും വിശാലും പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ വീടാണ്.
വിഷമത്തോടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് മുത്തശ്ശൻ. തുടർന്ന് അംബിക വന്ന് ചോദിക്കുകയാണ്, എന്താ അച്ഛൻ ആലോചിക്കുന്നത്? പാറൂട്ടിയെക്കുറിച്ചാകുമല്ലേ? അവളെ കണ്ടിട്ട് എത്ര നാളായി? സത്യമാ മോളെ, ഇതിപ്പോ ഉത്സവത്തിന്റെ സമയമായി. സാധാരണ ക്ഷേത്രത്തിൽ കൊടിയേറുമ്പോൾ നമ്മുടെ വീട്ടിലും കൊടിയേറുകയായിരുന്നു. പിന്നെ ഒരു പൂരമല്ലായിരുന്നോ? ഇനി അതുണ്ടാകില്ലല്ലോ എന്നോർത്തിട്ടുള്ള പ്രയാസമായി എനിക്ക്. നമുക്ക് അവരുടെ വീട് വരെ പോയാലോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അംബിക പറയുകയാണ്, വേണ്ടച്ചാ, ചടങ്ങിനനുസരിച്ചുള്ള പോക്കുവരവൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പാറുവിനെ സ്വീകരിച്ചതുപോലെ അവർ നമ്മളെ സ്വീകരിക്കുമെന്ന് വരില്ല. അതിനെന്താ മോളെ, ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയതല്ലേ. വിശാൽ മോന് എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നറിയാമോ? എങ്കിലും വെച്ചാ നമ്മൾ അവൾക്ക് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് അംബിക പറയുമ്പോ മുത്തശ്ശൻ പറയുകയാണ്, നമ്മൾക്കുള്ളതീ വെച്ച് ഏറ്റവും വലിയ സ്വത്തല്ലേ നമ്മൾ അവർക്ക് കൊടുത്തത്, നമ്മുടെ പാറുമോളെ. എന്നാലും നാട്ടുനടപ്പെന്ന് ഒന്നില്ലേ അച്ഛാ. അതേസമയം അങ്ങോട്ടേക്ക് പല്ലവി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന? എന്റെ കല്യാണക്കാര്യമാണോ? ദേ, ചേച്ചിയുടെ കല്യാണം പോലെയൊന്നും ഞാൻ നിന്നു തരില്ല. ഈ ഉദയനൂര് ആകെ ഇളകി മറിയുന്ന ഒരു ഉത്സവം പോലെ ആയിരിക്കണം എന്റെ വിവാഹം. അതെങ്ങനെയൊക്കെ വേണമെന്നേ ഞങ്ങൾ തീരുമാനിച്ചോളാം. തൽക്കാലം നിന്റെ അഭിപ്രായം വേണ്ടെന്ന് അംബിക പറയുന്നു. മോളുടെ ഇഷ്ടം പോലെ എല്ലാം നടക്കാൻ ഉദയനൂർ അമ്മയോട് മനമുരുകി പ്രാർത്ഥിച്ചോളാൻ മുത്തശ്ശൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ആ പെട്ടിയുടെ കാര്യമോർത്ത് ഉറക്കമില്ലാതെ നടക്കുകയാണ് പ്രഭാവതി. പെട്ടെന്ന് സുശീല വന്ന് പ്രഭാവതിയുടെ തോളിൽ പിടിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ തിരിയുകയാണ് പ്രഭാവതി. എന്താ പ്രഭേച്ചി? പ്രഭേച്ചി പേടിച്ചു പോയല്ലോ. പ്രഭേച്ചി എന്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന്. എന്താ അത്? ഒന്നുമില്ല സുശീല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, എന്റെ മുഖത്ത് ടെൻഷൻ വന്നാൽ എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നതാ നല്ലത്. തുടർന്ന് ഗോപിയേട്ടന് മരുന്ന് കൊടുക്കാൻ പാർവതി എന്തൊക്കെ സൂത്രങ്ങളാ പ്രയോഗിച്ചതെന്നൊക്കെ സുശീല പ്രഭാവതിയോട് പറയുകയാണ്. വിദ്യാഭ്യാസമില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അവൾക്ക് നന്നായി തന്നെ അറിയാം. ഇങ്ങനെ പോയാലേ പതിയെ ഗോപിയേട്ടനെ അവൾ മൊത്തമായി തന്നെ കയ്യിലെടുക്കും. പ്രഭേച്ചി കണ്ടോ, പ്രഭേച്ചിയുടെ നല്ലതിനു വേണ്ടി തന്നെയാ ഞാൻ ഈ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് പാറു ഗോപിനാഥനുള്ള ആഹാരവുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്. സരളേച്ചി ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുക്കളയിലെ പണി മുഴുവൻ ഞാൻ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് അച്ഛൻ താമസിച്ചത്. അച്ഛൻ വാ തുറക്ക്. എന്നാൽ പാറു എന്തൊക്കെ പറഞ്ഞിട്ടും ഗോപിനാഥ് വാ തുറക്കുന്നില്ല. തുടർന്ന് ഞാൻ അച്ഛന്റെ മോളല്ലേ എന്നൊക്കെ പാറു പറയുമ്പോൾ ഗോപിനാഥ് വാ തുറക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് പ്രഭാവതി വന്നിട്ട് ചോദിക്കുകയാണ്, നീ കൈയൊക്കെ കഴുകിയിട്ടാണോ ഗോപിയേട്ടന് ആഹാരം കൊടുക്കുന്നത്? ഞാനിപ്പോൾ കുളിച്ചതേ ഉള്ളൂ. അതുമല്ല സ്പൂൺ കൊണ്ടല്ലേ വാരി കൊടുക്കുന്നതെന്ന് പാറു ചോദിക്കുന്നു. ഉദയനൂരമ്മയോട് ഞാൻ അച്ഛന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അധികം വൈകാതെ തന്നെ അച്ഛൻ എഴുന്നേറ്റ് നടക്കും. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, നീ ആരോടൊക്കെ പ്രാർത്ഥിച്ചാലെന്താ, ഗോപിയേട്ടൻ ഈ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന പാറുവും ഗോപിനാഥനും ഒരു ഞെട്ടലോടെ പ്രഭാവതിയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.